എല്ലാവർക്കും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ആയിട്ടാണ്, അതായത് രസഗുള. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദീപാവലി തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതുവരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും വരാറുള്ള പോലെ എല്ലാത്തിനൊരു സമയമുണ്ട് ദിവസം അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതേ ദീപാവലി വരാൻ പോകുന്നത് അതിന് മുൻപായിട്ടെങ്കിലും ഇടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്തിട്ട് ഓക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള രസഗുള നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മലയാളികൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അതിന്റെ ടേസ്റ്റ്. പക്ഷേ രസഗുള ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഇതുവരെ കഴിച്ചു നോക്കാത്തവർ കുറച്ച് എമൗണ്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ 1 ലിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഒരു 1/4 ലിറ്ററോ അല്ലെങ്കിൽ 1/2 ലിറ്ററിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ എമൗണ്ടിൽ ചെയ്യാലോ. ഇങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള രസഗുള തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് രസഗുള ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. ഞാനിപ്പോൾ 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഒരു ചെറിയ അളവിൽ കേട്ടോ. അതിന് വേണ്ടി നമുക്ക് 1 ലിറ്റർ പാല് ഈ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട മാറ്റാത്ത ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ വേണം എടുക്കാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പനീർ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പനീർ ഉണ്ടാക്കുമ്പോൾ നാട്ടിൽ കിട്ടുന്ന മിൽമ പാൽ ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അതിൽ മിൽമ പാൽ തന്നെ ഫുൾ ഫാറ്റും ഉണ്ട്, ലോ ഫാറ്റും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. പനീറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക്, പാട മാറ്റാത്ത കട്ടിയുള്ള പാൽ വാങ്ങിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പോൾ രസഗുള ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നമ്മൾ പനീർ ഉണ്ടാക്കിയില്ല അതേപോലെ തന്നെ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പാലിതാ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാല് നന്നായി തിളപ്പിക്കണം. അപ്പം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ അങ്ങ് പിടിക്കും. താഴെ പിടിച്ച് കഴിഞ്ഞാൽ ഈ പനീർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കളറും മാറും. അതുകൊണ്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് ഒരു പാത്രത്തിൽ ഒന്നില്ലെങ്കിൽ ഐസ് വാട്ടർ അല്ലെങ്കിൽ ഐസ്. ഞാനിപ്പോൾ ഒരു ഐസ് ക്യൂബാണ് എടുത്തിരിക്കുന്നത്. ഒരു 9 ഐസ് ക്യൂബ് വലുത് എടുത്തിട്ടുണ്ട്. 9 10 എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നല്ല ഐസ് വാട്ടർ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഇതിൽ ഞാൻ 2 ചെറുനാരങ്ങ പിഴിഞ്ഞപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സാണത്. നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ പാല് റെഡി ആകുമ്പോഴേക്കിനും പിന്നെ റെഡിയാക്കി വെക്കേണ്ടത് ഒരു വലിയ പാത്രത്തിൽ ഒരു ക്ലോത്താണ്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മുടെ തോർത്തില്ലേ, തോർത്ത്, ഇതിന് വേണ്ടി മാത്രം തോർത്ത് മാറ്റി വെച്ചാൽ മതി. ഞാൻ തോർത്താണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. നൈസായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു തോർത്ത് അതിന് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വാഷ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കും ഒരു വലിയ പാത്രത്തിലോട്ട്. പിന്നെ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ പാല് നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് നമ്മളത് തിളപ്പിച്ചപ്പോഴേക്കും നന്നായി പാൽ തിളച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്കിതിലോട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ചെറുനാരങ്ങ നീര് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ പാലനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ പനീർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് പനീർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണിത്. ഇതിൽ ചെറുനാരങ്ങ നീര് പകരമായിട്ട് വിനീഗർ ഉപയോഗിക്കട്ടെ. പക്ഷേ എനിക്ക് ചെറുനാരങ്ങ നീരാണ് കൂടുതലും ഇഷ്ടം വിനീഗറിനേക്കാളും. ഇപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മൊത്തം പിരിഞ്ഞ് വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ഐസ് ഇടണം കേട്ടോ. പിന്നെ കുക്കിംഗ് പാടില്ല, ചൂടൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ഇടുന്നത്. ഐസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പനീർ കുക്കാവില്ല. ഇതേ ഇപ്പോൾ വെറും വെള്ളം മാത്രമായി പാല് കംപ്ലീറ്റ് പിരിഞ്ഞു കണ്ടോ. ഇനി നമുക്കിതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ തുണിയിലോട്ട് അരിച്ചെടുക്കണം. പനീർ കിട്ടിയതിന് ശേഷം ചെന എന്നാ പറയാം നമ്മളിതിന്. ഈ ചെന എടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ നമ്മൾ കളയണ്ട, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചക്കറി ഇപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കാം. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ തുണിയിലോട്ട് നമുക്ക് ഒഴിക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം എടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ നാരങ്ങയുടെ പുളിപ്പ് കംപ്ലീറ്റ് മാറ്റണം. നമ്മളിപ്പോൾ ഒരു രസഗുള ചെയ്യാൻ പോകുന്നത് സ്വീറ്റാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ പുളിപ്പ് ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം നമുക്ക് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കണം.
പിഴിഞ്ഞെടുക്കണം. ഞാനിത് ഇതിൻ്റെ മേലെ കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കംപ്ലീറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെള്ളം പോയി ഡ്രൈ ആവാൻ പാടില്ല, അതേസമയം അത്യാവശ്യം വെള്ളം പോവുകയും വേണം. അതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റോളം ഇതിൻ്റെ മേലെ കുറച്ച് ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കാം. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം പൊക്കോളും. അതിന് ശേഷം നമുക്ക് കൊണ്ടുവരാം. പനീറിൻ്റെ വീഡിയോ ഒന്ന് റെഫർ ചെയ്യൂ കേട്ടോ. പിന്നെ വീണ്ടും ഞാനത് കാണിക്കുന്നില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അരിപ്പയിലോട്ട് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റ് വെക്കാന്ന് വെച്ചാൽ ഒരു വലിയ പാത്രത്തിൽ കുറേ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ചു. ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ദേ നമ്മുടെ ചെന്ന, ഇതിനെ ചെന്ന എന്നാ പറയുക. ഓവറായിട്ട് ഡ്രൈ ആയിട്ടില്ല, അതേസമയം ഓവറായിട്ട് അങ്ങ് വെള്ളമില്ല, ചെറിയൊരു മോയ്സ്ചർ ഉള്ള പോലത്തെ ഒരു സംഭവം. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 1 ലിറ്റർ പാലിൽ നിന്ന് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താലും കിട്ടും, ശരിയാവും കേട്ടോ. പക്ഷെ അത് സമയം കുറേ നേരം അത് ചെയ്യണം. അതുകൊണ്ടാണ് വെയിറ്റ് വെക്കാൻ പറയുന്നത്. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വെള്ളം അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഇത് രസഗുള ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് 15 മിനിറ്റ് മതി എന്ന് പറയാൻ കാരണം. 10 or 15 മിനിറ്റ് കേട്ടോ. ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് എപ്പോഴും ഇത് കുഴയ്ക്കാറുള്ളത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം നല്ല നൈസായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഭയങ്കരമായിട്ട് ഇതിൽ വെള്ളം കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നൈസ് റവ ഒന്ന് പൊടിച്ചിട്ടിടും, അല്ലെങ്കിൽ 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. നമുക്ക് നോക്കാം, ഇത് കുഴച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കൊണ്ടുവരാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായി, ഓവറായി കുഴച്ച് കഴിഞ്ഞാലും ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഹാർഡായിട്ട് മാറും. അപ്പോൾ ആദ്യം ഈ കൈയിൻ്റെ ഈ ഭാഗമല്ലേ ഇത് വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കും. ഈ തരി പോലുള്ള സംഭവങ്ങളൊക്കെ നല്ല നൈസാക്കി അങ്ങ് എടുക്കാം. ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇത് അപ്പോൾ ഇതൊരു നമ്മൾ ചപ്പാത്തിയുടെ മാവ് പോലെ വരുന്നുണ്ട്. എല്ലാം ഒന്നിച്ചാവുന്നുണ്ട്. ആ തരിയൊക്കെ മാറി കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ട് മാറും. ഇതൊരു പഞ്ഞി പോലെ ഇരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ കുഴയ്ക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. കുഴച്ചിട്ടുണ്ട് ഞാൻ ഒരു 5 മിനിറ്റോളം. ഇനി ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോർഷൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുട്ടി നോക്കാം. ഉരുട്ടാൻ പറ്റുന്നുണ്ട്, ഒട്ടും തന്നെ ക്രാക്ക് ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഞാനിപ്പോൾ 5 മിനിറ്റ് മാത്രമേ ഇത് കുഴച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബോളുകളാക്കാം, അല്ലെങ്കിൽ ചെറിയ ബോളുകളാക്കാം. ഇത് നമ്മളിപ്പോൾ പഞ്ചസാര പാനിയിൽ ഇടുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് മാറും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വലുതാക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങ് വലുതാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടി ഒരു പാത്രത്തിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് പണി കഴിയണമെന്നുണ്ടെങ്കിൽ വലുതാക്കണം, പക്ഷേ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കണം. ഒരുപാട് അങ്ങ് നമ്മൾ പ്രസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായ ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ഓവറായി ഒരുപാട് അമർത്തി അങ്ങ് പ്രസ് ചെയ്ത് ഉരുട്ടാൻ പാടില്ല. അധികം പ്രഷർ ഇല്ലാണ്ട്, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിലോട്ട് പഞ്ചസാര ഇട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇത് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന കാരണം ഞാനിത് കഴിഞ്ഞിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാറും. അതങ്ങനെ സംഭവിക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളിത് ഉരുട്ടി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഓവറായിട്ട് വെള്ളം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റവ അല്ലെങ്കിൽ മൈദ ചേർത്തിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ ടെൻഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 ബോളുകൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ 2 ചെറിയ ബോളുകൾ വീണ്ടും ഇട്ടുകൊണ്ട് കുഴച്ച് കണ്ടിട്ട് വലിയ ബോളുകളാക്കി മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ മീഡിയം സൈസിൽ 15 ബോളുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് വെറ്റ് ക്ലോത്ത് കൊണ്ട്, നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാരപ്പാനി റെഡിയാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വെക്കണം. വലിയ വീതിയുള്ള പാത്രം വേണം കേട്ടോ. ഞാനിപ്പോൾ പാല് പിരിക്കാൻ ഉപയോഗിച്ചിരുന്ന സെയിം പാത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് 2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ഗുലാബ് ജാമുൻ പോലെ അല്ല കേട്ടോ. ഷുഗർ സിറപ്പ് ഒട്ടും തിക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായി തിളച്ചാൽ മാത്രം മതിയാവും. നമുക്കിനി ഇതിലോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കണം. ഏലക്ക ഞാനൊരു 4 ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി വാഷ് ചെയ്ത് ഏലക്കയാണ്, മൊത്തത്തിലെ ഏലക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ സാധാരണ പൗഡർ ഇടാറില്ല. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി അങ്ങ് പോകും. മുകളിൽ ഇങ്ങനെ മേലെ ബ്ലാക്ക് കളർ ഇങ്ങനെ പോലെ പൊന്തി കിടക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല കാണാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ഒരു ഏതെല്ലാം മാത്രം വിടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ കിട്ടും കേട്ടോ ഈ ഏലക്കായ. ഗ്രീൻ കളറിലുള്ള ഏലക്കായാണ് നമ്മൾ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. നന്നായി തിളക്കട്ടെ.
നമ്മൾ ഇത്രയും പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റസഗുള ഇതിൽ കിടന്ന് നല്ലോണം സ്പേസ് വേണം ഇതിൽ, അത്യാവശ്യം വെള്ളവും വേണം. പിന്നെ ബാക്കിയുള്ള ഈ പാനി നിങ്ങൾക്ക് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം, കളയണമെന്നില്ല കേട്ടോ. കൂടുതൽ പക്ഷേ എപ്പോഴും വെള്ളം കൂടുതൽ വെച്ചാൽ ഒരു 7 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ 2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക്. പിന്നെ പഞ്ചസാരയുടെ അളവ് മാറ്റം വരും, നിങ്ങളുടെ മധുരം അനുസരിച്ച് മാറ്റം വരുത്തണം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് ഈ പഞ്ചസാര പാനിക്കുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക ആസ് യൂഷ്വൽ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിൽ നാട്ടിലിപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാറില്ല കേട്ടോ, പക്ഷേ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇതേപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബ്ലാക്ക് കളർ പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതായത് അതിൽ നിറയെ അഴുക്കുകൾ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽ ഒഴിച്ച് കഴിയുമ്പോഴേക്കിനും മേലേക്ക് ആ ഇമ്പ്യൂരിറ്റീസ് അങ്ങ് പത പോലെ അങ്ങ് വരും. അപ്പോൾ ആ മേലേക്ക് കൂടെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ആ മേലെ വരുന്ന പത അങ്ങ് കോരി കളയണം. പക്ഷേ ഇവിടെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഇവിടുത്തെ പഞ്ചസാര പാനിയിൽ അങ്ങനെ ഒരിക്കലും വരാറില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ഷുഗർ സിറപ്പ് തന്നെയാണ്. ഈ പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട്, നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളകൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മുടെ ബോളുകൾ ഇങ്ങനെ നമുക്ക് ഇടാം. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യണം. കുക്കിംഗ് ടൈം ഓരോ ഗ്യാസ് അനുസരിച്ചും വ്യത്യാസം വരും, പക്ഷെ എന്നാൽ പോലും ഏകദേശം ഒരു 10 മിനിറ്റാണ് ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ. എപ്പോഴെപ്പോഴും തുറന്ന് നോക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ കൂടെ നോക്കുമ്പോൾ, അതായത് ഇതിപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ മൂടിയാണ് മൂടി വെച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് തിളയ്ക്കുന്നത് കാണാൻ പറ്റണം. ഇതിൻ്റെ തിള കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്യാസിൻ്റെ ഇത് ഫ്ലെയിം കൂട്ടി വെക്കണം. ഇപ്പോൾ മീഡിയത്തിൽ വെച്ചിട്ടും എൻ്റെ പഞ്ചസാര പാനി നന്നായി തിളയ്ക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അതിലാണ് വെച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും തിളയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിക്കോളൂ കേട്ടോ. അതായത് സാധനം ഇങ്ങനെ കിടന്ന് ഉരുണ്ടുകൊണ്ടേ ഇരിക്കണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമുക്ക് ഒരു 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ക്രൗഡഡ് ആയിട്ട് ഇടാൻ പാടില്ല ഈ സംഭവം. അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ വലിയ പാത്രത്തിൽ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ അളവിൽ ചെയ്യണം കേട്ടോ. ഏലക്കയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് സിറപ്പ്, അതായത് റോസ് വാട്ടർ വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഒഴിക്കുന്നില്ല, ഇതിൽ ഏലക്കയുടെ ഫ്ലേവർ മാത്രമേ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ കേട്ടോ. പിന്നെ അവസാനം നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ ചേർക്കാം, അതുണ്ടെങ്കിൽ മാത്രം കേട്ടോ, നിർബന്ധമില്ല. അതല്ലെങ്കിൽ നമ്മുടെ ബദാമോ പിസ്തയോ നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാത്രം തുറക്കാണ്ട് തന്നെ, ലിഡ് തുറക്കാണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ തൊടാണ്ട് തന്നെ ഇതങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. അതെപ്പോഴും നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ 10 മിനിറ്റ് ഇത് കുക്കായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കുകയാണേ. ഇതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അതെ, നമ്മുടെ രസഗുള സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്. ഇതിലിങ്ങനെ പിഴിയുമ്പോൾ എന്നുള്ളത് ഷുഗർ സിറപ്പ് അങ്ങ് താഴോട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചും കഴിക്കാം, അതേസമയം റൂം ടെമ്പറേച്ചറിലായിരുന്ന സമയത്തും കഴിക്കാം. ഞാൻ തണുപ്പിച്ചിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മളൊക്കെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ സംഭവം ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ശരവണ ഭവനിൽ പോയപ്പോൾ ഇങ്ങനെ ബൗളിൽ ഇതേപോലെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലായിരുന്നു. അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഡബിൾ ദ സൈസായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഞാനൊരു മീഡിയം സൈസ് ബോളല്ലേ ആക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ കിടന്ന് ഷുഗർ സിറപ്പിൽ കിടന്ന് വെന്ത് നമുക്കൊരു വലിയ സൈസായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിരുന്ന രസഗുളയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കേസറൊക്കെ ഇട്ടിട്ടുണ്ട്, അതായത് സാഫ്രോണൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ് പരിപാടി, പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രസഗുള നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് അത്യാവശ്യം കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പ് കയറിയിട്ടുണ്ട്. ജസ്റ്റ് മുറിച്ചൊന്ന് കാണിച്ചു തരാം, ഉള്ളിലത്തെ ഭാഗം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. നിറയെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച അറകളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല സ്പോഞ്ചിയാണെന്നാണ്. കണ്ടില്ലേ, ഷുഗർ സിറപ്പ് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിൽ മധുരം നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു മീഡിയം മധുരം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദീപാവലി വരുമ്പോഴേക്കിന് ഞാൻ വിചാരിച്ച രസഗുള നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കൊണ്ടുവരാമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം പോലും വേണ്ട. ഈ മധുരം കുറേ ദിവസമായിട്ട് ഇങ്ങനെ മധുരം കഴിച്ച് അത്ര വലിയ സുഖമില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരു ബംഗാളി സ്വീറ്റാണ്. എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിൽ പോലും ടേസ്റ്റൊക്കെ ഉണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ട്രൈപോഡ് മടക്കാം, വെറുതെ കാശ് പോയി. ചെറിയ ട്രൈപോഡായി. എന്തിലാണ് നമ്മുടെ ആമസോണിൽ ഓർഡർ ചെയ്തത്. ചെറുതാന്ന് മനസ്സിലായില്ല, ഒരാഴ്ച എടുത്ത് പോരാ.
വന്നപ്പോ ചെറുത് നമ്മൾ വിചാരിച്ച വലുതാന്ന് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. ഞാൻ 58 ദിറംസ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലോർത്തു ഇത്ര വലുതിന് എങ്ങനെ 58 ദിറംസ് മാത്രമേ. മൊബൈൽ വെച്ചെടുക്കാൻ പറ്റിയ ഒരു ട്രൈപ്പോഡ് ആയില്ലേ, ഉപയോഗം നടന്നില്ലേ. ഇന്നത്തെ ഒരു വ്ളോഗ് ഇതുകൊണ്ട് കൂളായിട്ട് നടന്നില്ലേ. കിട്ടി. അതാണ് ചിലത് നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് എല്ലാ കാര്യങ്ങളും പോവുക. പക്ഷെ പോകുന്നത് ഈ എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ പറയും just think that he has better plans for you than you have for yourself. ഹീ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്. അതുപോലെ പ്രപഞ്ചം എന്ന് വിചാരിച്ചാൽ മതി ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക്. പ്രപഞ്ചത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. അതൊരു വലിയതാണ്. ആ പ്ലാനിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത ട്രൈപ്പോഡ് കൈ വന്നാൽ അതിന് എന്തെങ്കിലും ഉപയോഗമൊക്കെ ഉണ്ടാവും. അതുണ്ടാവും.